കോമളവല്ലി നിന്നെ ഓമന തല്ലി. നല്ല അസല് വരി, സാഹിത്യം കണ്ടമാനുണ്ട്. ഒഴിമരം പോലെ നല്ല കിളിച്ചുണ്ടൻ മാമ്പയം. ആഹാ, എന്താണിത്? എന്നെ സമ്മതിക്കണം. ഇതിന്റെ ഒക്കെ ഇടക്ക് ഓരോ പെൺകുട്ടികളുടെ പേര് തിരികെ കയറ്റണം. പാട്ട് റെഡി. ഹലോ, പ്രശസ്ത ഗാനരചയിതാവും കവിയും കലാകാരനുമായ ഗഫൂർ കഞ്ഞിക്കണ്ടി സ്പീക്കിംഗ്. എന്തേ പടച്ചോനെ, അതൊന്നാണോ? മറന്നുപോയതാണ്. ഓക്കെ, നിങ്ങൾ വേത്തിക്കോളി, ഞമ്മള് റെഡി. മിസ്റ്റർ കഞ്ഞി എന്റെ വാപ്പ, ഞമ്മള് ഗഫൂർ കഞ്ഞിക്കണ്ടി. സോറി, ഞങ്ങളാ ഇപ്പൊ വിളിച്ചത് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ. ഓ, അത് നിങ്ങളതിനല്ലേ? ഇരിക്കി. ഇവിടുന്ന് എന്താ വല്ലാത്തൊരു നാറ്റം. ശരിയാണ്, ഒരാഴ്ചയായി ഞമ്മക്ക് തോന്നുന്നു ഇവിടുന്ന് വല്ലാത്തൊരു നാറ്റം ഉണ്ടെന്ന്. എവിടുന്നാന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലടോ. അടുക്കളയിൽ പോയാ അവിടെ നാറ്റം, ബെഡ്റൂമിൽ പോയാ അവിടെ, ഉമ്മർത്ത് വന്നാൽ ഇവിടെ. വല്ലാത്തൊരു നാറ്റം തന്നെ. അല്ല സാറ് വേഗം വേഷം മാറി വന്നാ നമുക്ക് പോകാമായിരുന്നു. വേഷം മാറാനോ? ഇത് തന്നെ വേഷം. ഇതിനെന്താണ്ട് ഒരു കുഴപ്പം? അല്ല, അത് കുറെ ആളുകളൊക്കെ കൂടുന്ന വലിയ പരിപാടിയാ. സാർ എന്തായാലും കുളിച്ച് വേഷം മാറി വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങക്ക് അത്ര നിർബന്ധാണ് ഞമ്മൾ വിളിക്കാം. ഇത് വലിയ ചതിയായിപ്പോയല്ലോ. ആ ഹംക്കിനെ നമുക്കൊന്ന് കാണണം. ആഴ്ചവന്റെ പല്ല് മുളയ്ക്കൂ. എന്തേക്കാ, ആരെയാ കാണേണ്ടത്? ഞമ്മക്ക് 3 മാസം മുമ്പ് ഈ വീട് വാടകയ്ക്ക് എടുത്ത് വന്ന ബ്രോക്കർ കുഞ്ഞുണ്ണിനെ കാണുന്ന കാര്യം നമ്മൾ പറഞ്ഞത്. ഈ വീട്ടിൽ കുളിമുറിയില്ലാന്ന്. അതിപ്പോഴാണോ അറിയുന്നത്? 3 മാസമായില്ലേ? നിങ്ങളെന്ത് വർത്താനാണെന്ന് പറയുന്നത്? ഇപ്പോഴല്ലേ അതിന്റെ ആവശ്യം വന്നത്.